ബേബി ടോക്സിന്റെ പുതിയ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പ്രത്യസ്റ്റ് ആയിട്ടുള്ള വില്ലേജിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൂടെ ചിന്നുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുമോളും ഉണ്ട്. ഞങ്ങളപ്പോൾ യാത്ര തുടങ്ങുകയാണ്. ചെറിയൊരു ക്ലൗഡി ഉണ്ട്, നമ്മൾ മഴ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു വെതർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതെ അതെ, ക്ലൗഡി ആണ് വെതർ. നമ്മള് വെതർ നോക്കിട്ടായിരുന്നു ഇറങ്ങിയായിരുന്നു. പിന്നെ റോഡിൽ ചെറിയ ബ്ലോക്കും ഉണ്ട്. ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കാം, ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ. കഴിക്കാൻ കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ കുറെ പ്ലമ്മിന്റെ തോട്ടങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ നമ്മളൊരു പ്ലം തേടി ഇങ്ങനെ നടക്കുവാണ്. ഫ്രഷ് പ്ലം കഴിക്കണം എന്ന് ഒരാഗ്രഹം തോന്നി. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടി ഒതുക്കി നോക്കാം. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നണം. ആരും ഇല്ല. കിട്ടി. യെസ്, നമ്മളങ്ങനെ പ്ലം വാങ്ങിച്ചു. പക്ഷെ ഇത് സാധാരണ പ്ലം പോലെയല്ല, ഇത് യെല്ലോ എഗ് പ്ലംസ് ആണ്. ഞങ്ങളിപ്പോ ഇത് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം അന്വേഷിച്ച് ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി യാത്ര തുടരാം. യെസ്, മടുത്തോമ്മേ? അമ്മ മടുത്തോമ്മ? ഓക്കേ, എക്സ്പ്ലോർ ചെയ്യല്ലേ അമ്മ? ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിയേ. അമ്മ ഇത് കഴിച്ചിട്ടില്ലല്ലോ. നല്ല ഫ്രഷ് സാധനം. എന്താ ടേസ്റ്റ്? പുളിയാ? പുളിയല്ല, പക്ഷെ നമ്മളുടെ റെഡ് കളറായിട്ടുള്ള പ്ലംസിന്റെ തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ക്രീമിയാ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമിയാണ് ഗൈസ്. അപ്പൊ നമ്മള് കാണാൻ യൂട്യൂബിലൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു ഇങ്ങടേക്ക് വരാനായിട്ട് ഇത്രയും നാള്. അപ്പൊ നമ്മൾ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി വെട്ടിയതാണ്. അമ്മയും അവളും ആ സൈഡിലുണ്ട്. നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയണേ. ഇതിന്റെ റൂഫൊക്കെ ഒരു പ്രത്യേക തരം എന്തോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയേക്കണം. വൈക്കോല് ഇട്ടിട്ട് ഒരു വല പോലത്തെ ഇത് വെച്ച് ഇങ്ങനെ കെട്ടിയേക്കണേ. ആക്ച്വലി ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസമുള്ള വീടുകളാണ്. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പോലും അറിയില്ല. നമ്മള് പണ്ടത്തെ കാർട്ടൂണുകളിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച് കാണുന്ന പോലെ. ഗൈസ്, ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഇറങ്ങാനായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയണേ ഇതിനെ, ഞങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഏത് സ്റ്റൈല് എന്നൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര സ്റ്റൈലിലുള്ള വീടുകൾ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. കണ്ടോ ഗൈസ്, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലൗഡി ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രിക്സ് വെച്ചിട്ട് പണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്. ഇവിടെ എല്ലാം ഗാർഡൻ അല്ല, ഇവർ നല്ല ഭംഗിയായിട്ടാണ് ഗൈസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഈ വീടിൻ്റെയൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗി. വീടുകളുടെ മാത്രമല്ല, ഇവര് ഗാർഡനും കൂടി അതിന്റെ കൂടെ. ഇപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് എല്ലാം നല്ല ഗാർഡൻസ് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഈ സ്ഥലം തന്നെ വേറെ ഒരു രക്ഷയില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഫുള്ള് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സൈലന്റ് അവിടെ. യെസ്, ഫൈനലി ഞങ്ങളുടെ ആദ്യത്തെ റോഡ് ട്രിപ്പിന്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഗൈസ്. നിങ്ങൾ ഈ മുകളിലുള്ള കാർമേഘം നോക്കി. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. കാർ പാർക്കിംഗ് എവിടെയാന്ന് തോന്നുന്നു. കാർ പാർക്കിംഗ് ഉണ്ട്. നമ്മള് ടിക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എത്രയാണെന്ന് അറിയില്ല ഗൈസ്, നമുക്ക് പോയിട്ട് നോക്കാം എത്രയാണ് ടിക്കറ്റ് ഫീസ്. എന്തായാലും ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട്. അതെ. ഇപ്പൊ ഐലിൻ മോള് യാത്രയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ അവള് എഴുന്നേറ്റു, വണ്ടി നിർത്തി. അപ്പൊ അവൾ എഴുന്നേക്കും. ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. ഞങ്ങൾ പാർക്കിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ലാവൻഡർ കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ 1-2 സ്ഥലം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കയറുവാണ്. ഇതാണ് ഇതിൻ്റെ
പേര് ലാവണ്ടേഴ്സ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു ചെറിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട് അവർ. ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടെൻറ്റ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മീറ്റിംഗ് പോയിൻ്റ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് വലുതാണ് മാപ്പിൽ കാണുമ്പോൾ. നമുക്ക് ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം എത്രയാണെന്ന്. ഐലൻഡ് കുഞ്ഞ് എക്സൈറ്റഡ് ആണോ? ഇവിടെ ഒത്തിരി പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. നല്ല വിൻഡി ആയിട്ടുള്ള കണ്ടീഷൻ. ഗൈസ് ഞങ്ങള് ജസ്റ്റ് ഒന്ന് എൻ്റർ ആയിട്ടുള്ളൂ. ഹലോ, സ്മെല്ല് കിട്ടുന്നുണ്ട് ലാവൻഡർ. നമുക്ക് ഫുൾ ലാവൻഡർ. വൺ സൈഡ് ഒരു യെല്ലോ ഫ്ലവർ ഉണ്ട്. അതിന്റെ പേരെന്താന്ന് പോലും കണ്ടോ ചിന്നു? ഗൈസ് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എൻ്റർ ആയി. ഞങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കണ്ണിലേക്ക് അത് ഇങ്ങനെ ഒരു ഇതായി വരുന്നേ ഉള്ളൂ. ചിന്നു എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ വിചാരിച്ചത് ഇവര് പീക്ക് സീസൺ മാറിയ കാരണം കൊണ്ട് ഇവിടെ എല്ലാ ഫ്ലവേഴ്സും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ എല്ലാം നല്ല ഫ്ലവേഴ്സ്. ഞങ്ങൾ സീസൺ കഴിഞ്ഞെന്നുള്ള സങ്കടത്തിലാണ് വന്നത്. കളറൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. നീ മുമ്പ് കണ്ടപ്പോ ഇത് എങ്ങനെയായിരുന്നു? ഞാൻ കണ്ടപ്പോ ഇതുപോലെ ഫുൾ വയലറ്റ് കളറായിരുന്നു. കാരണം നമ്മൾ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റിങ്ങിനൊക്കെ ഏരിയാസ് ഉണ്ട്. കണ്ടോ, ഒത്തിരി പേര് അവര് ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാം. വണ്ടിന്നൊക്കെ ഇറങ്ങി ഞങ്ങള് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. നമ്മള് പൂക്കളൊക്കെ കണ്ടു. പക്ഷെ നല്ല കാറ്റുണ്ട്. അത് കാരണം അവള് കണ്ണടച്ചോണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ ഇടയിൽ ബേബീനെ ഫീഡ് ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാണ്. നല്ല കാർമേഘം ഉണ്ട്. ബട്ട് വെയിലില്ലാത്ത കാരണം നല്ല സുഖം. അത് കാരണം ഇവള് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ചൂടില്ലാത്തോണ്ട് ഇവൾക്കും നല്ല ഹാപ്പിയാ. അമ്മ അവിടെ ബേബിയുടെ മിൽക്ക് റെഡി ആക്കണയാണ്. ഇതേപോലുള്ള വണ്ടികൾ ഞങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. ഞങ്ങളപ്പോൾ കുഞ്ഞുവിനെ അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടു കിടക്കണം. നല്ല 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 രസമാണ് ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് ഭയങ്കര ഒരു റിലാക്സാണ്. നമ്മൾ വർക്കിംഗ് പ്രഷറിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് നല്ല നല്ല ഇങ്ങനെ പാടം പോലെ കിടക്കണ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ നമ്മൾ വന്നത് ഒരു പീക്ക് ടൈമിലല്ലാതായിപ്പോയി ഗൈസ്. അങ്ങനെ ഇത് കണ്ണും കൊണ്ട് കാണുന്ന എത്ര ക്യാമറയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ആ ലാവൻഡർ കളർ ഒരു ഭയങ്കര റിഫ്ലക്റ്റീവ് ആണ് കളേഴ്സ്. യെല്ലോയും മറ്റേ ലാവൻഡർ കളേഴ്സും. ഇത് നമ്മൾ വന്ന ടൈമിങ് കുറച്ച് നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും ആ പീക്ക് ടൈമിൽ തന്നെ വരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്. അപ്പം ഞങ്ങളത് മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡി ലോഷൻ മാത്രമാണ് കേസ് മേടിച്ചത്. ഒരു ബോഡി ലോഷൻ വാങ്ങിച്ചിട്ടുണ്ട്. വേറൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ പേ മെഷീൻ ഉണ്ടായി. പക്ഷേ പേ മെഷീൻ വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇപ്പോൾ ലീവ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു ഫാമിലി ഞങ്ങൾക്ക് അവരുടെ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് വെച്ചിട്ട് കാറിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ പോന്നു. ഇതൊരു ചെറിയൊരു കോഫി ഷോപ്പാണ്. ഇവിടെ ചുമ്മാ എല്ലായിടത്തും കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും അവരെ എൻ്റർടൈൻ ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള എല്ലാവരും റെഡിയാക്കി വയ്ക്കും. എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് പയ്യെ റിലാക്സ് ചെയ്യാണ്. ഞങ്ങൾ അകത്തേട്ട് കയറി നോക്കട്ടെ എന്താണെന്നുള്ളത്. ഞങ്ങൾ അകത്തേട്ട് കയറിയിട്ട് ഞങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ പയ്യെ ആ ടവറിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടവർ. എനിക്കിങ്ങനെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കതും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ടവറിൻ്റെ താഴെ എത്തി. ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ലൊരു വ്യൂ ആട്ടോ ഗൈസ് ഇവിടുത്തെ. നല്ല ഫുൾ എനിക്ക് തോന്നുന്നു ഏതൊക്കെ സിറ്റീസാണെന്ന് അറിയില്ല അതെല്ലാം. പക്ഷെ അതെല്ലാം നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാം. അകത്ത് ഷോപ്പുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി ടിക്കറ്റ് എടുക്കാം. പുറത്തുനിന്ന് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് ഞങ്ങളങ്ങനെ
ഗൈസ് ഞങ്ങളങ്ങനെ കോസ്റ്റ് വേൾഡിലെ തന്നെ ബോട്ടം ഓൺ ദ വാട്ടർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന സമയം വരെ ഞങ്ങളുടെ മുമ്പിൽ പീസ്ഫുള്ളായിട്ട് ആരും ഇല്ലാത്തൊരു ലൊക്കേഷനായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഫുൾ ക്രൗഡാണ്, ഫുൾ ആൾക്കാരാണ് ഗൈസ്. നല്ല റിവറുണ്ട്. അമ്മ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ പുള്ളിക്കാരി എടുത്ത് കൊടുത്തന്ന ഫ്രണ്ട്സ് ഇസ് ലുക്ക് ലൈക്ക് എ ഹെവൻ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ ഒഴുകുന്ന ഈ ഒരു ചെറിയ റിവറായാലും ഇതെല്ലാം ഭയങ്കര നമ്മുടെ നാട്ടിലെ കനാല് കുറച്ച് അല്ലേ ക്ലീനാണ്. അതാണ് ഇവിടുത്തെ ഒരു രസം. എല്ലാരും ഇവിടെയും എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ അമ്മ? നല്ല സൂപ്പർ വെതർ കിട്ടി ഞങ്ങൾക്ക്. അതെ, ഇപ്പൊ വെതർ ഉണ്ടോ എല്ലാം നല്ല ക്ലിയർ ആയി, നല്ലതായി. ഇത് എല്ലാവരും പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് വെള്ളത്തിലൊന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് കഴിച്ചു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഫുൾ ഞങ്ങൾ നേരത്തെ കണ്ടപ്പോൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഇവിടെ ഫുൾ ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കാരാണ്. ഫുൾ കണ്ടോ എല്ലാവരും വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുക എല്ലാവരും. സിനു, ഈ വീട് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കാർട്ടൂൺ വരച്ച് വെച്ചാണല്ലേ? നല്ല തിരക്കുണ്ട്. ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ നടന്ന് നീങ്ങുവാണ്. ഇവിടെ ഫുൾ ഷോപ്പിങ്ങും ഐസ്ക്രീംസ് പിള്ളേർക്കുള്ളത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഒറിജിനൽ ഫ്ലവറാണെന്ന് തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ എല്ലാവരും നന്നായിട്ട് എൻജോയ്. ഞങ്ങൾ ഇത്രയും തിരക്ക് ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഞങ്ങൾ വിചാരിച്ചതിനും വിപരീതമായിട്ട് സംഭവിച്ചത്. ബാക്കിയെല്ലാം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. ഇവിടെ ഈ ബ്യൂട്ടി, ഈ ഒരു എന്താ പറയുക, ഈ ഭയങ്കര ഒരു ഇവിടെ വന്നപ്പോൾ പെട്ടെന്നേ അങ്ങ് മാറി. ഈ വില്ലേജിൻ്റെ സ്റ്റൈലേ മാറി. ഇവിടെ വന്ന് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ അത് വെള്ളത്തിന് തണുപ്പാന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക. അതിൽ എന്നോട് ചലഞ്ച് വെച്ചേക്കാണ്. എന്താ ചിന്നു പറഞ്ഞേക്കണേ? ഓക്കെ, ഞാൻ നടന്നു കഴിഞ്ഞാൽ അമ്മ അങ്ങറ്റന്ന് ഇങ്ങറ്റം വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചലഞ്ചില്. നമുക്ക് ചലഞ്ച് നോക്കാം. അല്ല റെഡിയല്ലേ? നല്ല ചലഞ്ച് തുടങ്ങി. തണുപ്പുണ്ടെങ്കിലും പോവുണ്ട്. അമ്മ ചെയ്തോളാട്ടാ, അവൻ തീർന്നിട്ട് ഇതേ വരും. രണ്ട് സെക്കൻഡ് അവിടെ നിൽക്കുകയും ചെയ്തു. അമ്മ യൂണിറ്റ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി അമ്മയുടെ ചാൻസ്. ഗോ മമ്മ. എന്നോടുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഓടിയാണ് ഒരാള്. ഇത് ഒഴുകണ്ട പാടമല്ല. ഇരിക്കാൻ പറ്റില്ല. തിരിച്ചു പോ. ഇരിക്കാൻ പറ്റില്ല. അമ്മയുടെ മുഖം നോക്കി. എനിവേ അമ്മ ചലഞ്ച് തീർത്തു. ചലഞ്ച് ഫുൾ. ഹായ് ഗൈസ്, ഭാര്യയും ഭർത്താവ് ഇറങ്ങാൻ പോവാണ്. ചിന്നു അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. കാല് കോച്ച് പിടിച്ചോ. എടാ വേണ്ട. നടക്ക്.
കളിക്കാൻ പോണയാണ്. കല്ല് കൂടാരം ഉണ്ടാക്കാൻ പോണയാ. ഞാനൊരു കോസ്റ്റ് വേൾഡ് ടവർ പണിയൂടെ. ഓക്കേ, ലെറ്റ്സ് മേക്ക് സം ടവർ. അമ്മ ദേടാന്ന് പറഞ്ഞു ഒരേക്കർ അപ്പുറം കിടക്കുന്ന കാണിച്ചില്ല. അമ്മ ഡയറക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നവല്ലേ. നീ കുറച്ചേരം ഫസ്റ്റ് എന്തായാലും നടക്കുവോ? പിന്നല്ല, ഒരു കോസ്റ്റ് വേൾഡ് ടവർ ഞാനിവിടെ പണിതിരിക്കും. That's it. My tower finished. Yeah. ഇവിടെ ഒരാള് തടുത്ത് കരഞ്ഞു തുടങ്ങിയത്. ഒരാളവിടെ പവനായി ശവമായി, അടുത്ത ആള് പവനായി ശവമായിരിക്കുന്നു. കുറെ കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്, അവരുടെ കൂടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല, ഞാനിപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് ഗൈസ്. ഞാൻ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല, ഞാൻ ഫുൾ എൻജോയ്മെന്റാ ഗൈസ്. ഞാനും അവരവിടെ ഡ്രസ്സൊക്കെ മാറി ഷൂ ഒക്കെ ഇട്ട് റെഡിയായി വന്ന സമയത്ത് ഞാനും കുഞ്ഞും കൂടി ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടു. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറാൻ വിചാരിച്ചു. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ കോണൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഫുൾ ക്യാൻഡീസാണ്. ഫുൾ ഉണ്ട് ഫുൾ ക്യാൻഡീസാണ് ഗൈസ്. ഫുൾ ക്യാൻഡീസാണ്. ഫുൾ ഇതെന്താ ഇത്? ഓ, വെറൈറ്റി സിഗരറ്റ് പാക്കറ്റിൻ്റെ പോലെയുള്ള ക്യാൻഡീസ്, ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഓ, ഈ വലുതായി കഴിയുമ്പോൾ സ്വീറ്റ്സ്, ക്യാൻഡീസ്, ഫുൾ വെറൈറ്റികളാണ്. ഗൈസ്, ഞങ്ങളൊരു ടിബറ്റ് സാധനം കണ്ടു ഗൈസ്. ഇതല്ല, ഇതെങ്ങനെയുണ്ട് സാധനം? പൊള്ളി സാധനം. റോൾസ് റോയ്സിൻ്റെ സാധനം, വിട്ടിലോസ്കി സാധനം. ഇൻറ്റീരിയറൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കിട്ടില്ല സാധനം. ഗൈസ്, നമ്മളങ്ങനെ ഒരു മോഡേൺ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആകാൻ പോവാണ്. പക്ഷേ ഇതിനകത്ത് എന്താണെന്നൊരു ഐഡിയ ഇല്ല. എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അഡൽസിന് 4 pound. ഓക്കെ, ഞങ്ങളുടെ ഇതിലേക്ക് എന്തായാലും ക്യാരി ബാഗ് ഇല്ല. നമ്മളിപ്പോ മോഡൽ വില്ലേജിൽ നിന്നത്, പക്ഷെ നമ്മൾ വേറൊരു സാധനം പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് ലോട്ടറി ആയിരുന്നു. അതെ, കിട്ടിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനമായിരിക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായില്ല ഇത് എന്തായിരിക്കും മോഡൽ വില്ലേജ് എന്ന് വെച്ചാൽ. ഒരു മിനിയേച്ചർ ഹോംസ് ആണ് എല്ലാം. ഭയങ്കര രസമുണ്ട് കേട്ടോ. എല്ലാം ഈ വില്ലേജിൻ്റെ ഒരു മോഡൽ, ആ വഴികളും എല്ലാം ഇവർ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വീടുകൾ ഒക്കെ. ഞങ്ങൾ താഴെ കുറച്ച് മുമ്പ് കണ്ട ഷോപ്പുകൾ, അത് എല്ലാം ഇവർ അതേപോലെ തന്നെ അത് ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര അതിൻ്റെ ഉള്ളിൽ ഓർണമെൻറ്റ്സും ആ ഷോപ്പുകളെ വരെ ഇവർ അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന റിവർ അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചത്. അതവിടെ അത് കറക്റ്റായിട്ട് ഇവരത് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ അവരത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തൊരു രസമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ശരിക്കും ഇതൊരു മിനിയേച്ചർ രൂപമാണെന്ന് കണ്ട് മനസ്സിലാവില്ല. അതേപോലെ ഇവരാ കറക്റ്റ് ആ ഒരു ഷേപ്പിലും രൂപത്തിലും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സെയിം അതേപോലെ തന്നെ. ഗൈസ്, ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വാട്ടർ മ്യൂസിയം. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പുകൾ, കറങ്ങണ സാധനം എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ. എനിക്ക് അതിൻ്റെ വീടുകളുടെ ആ ഷോപ്പുകളുടെ ബാക്കിലുള്ള ഗാർഡനുകളും എല്ലാം അതേപോലെ തന്നെ സെറ്റ്. എല്ലാം എങ്ങനെയുണ്ടമ്മ? അമ്മ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും. നമ്മൾ മോഡേൺ വില്ലേജ് എന്ന് പറഞ്ഞപ്പോ വേറെ എന്തോ പഴയ കെട്ടിടങ്ങൾ ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെച്ച്
അങ്ങനെയാ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഇത് ആ ഒരു വില്ലേജ് അങ്ങനെ തന്നെ ഇവിടെ ക്രിയേറ്റ് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ ഒരു ചർച്ചിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇത്. നല്ല അടിപൊളി, ഇതിൻ്റെ ടെക്സ്ചർ ഇറക്കം ഒരു അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, നമുക്കതുകൊണ്ട് എൻട്രി ഇല്ല. കണ്ടോ മണവാളിനും മണവാട്ടിയൊക്കെ അവിടെ ഉണ്ട്. മനസ്സമ്മതമാണെന്ന് തോന്നുന്നു ഗൈസ്. പാട്ട് പാടാൻ ആളുണ്ട്, ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അച്ഛനുണ്ടോ? അച്ഛനില്ലേ? അച്ഛനില്ല, അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഇതാണ് ഈ പള്ളി, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അങ്ങനെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചൈന സിറ്റി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കാണിച്ചു തരാം. നല്ല ആംബിയൻസ് ഒക്കെയാണ്, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ല റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ ടേബിളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല, അത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. വന്ന് ഗൈസ് ഞങ്ങൾ ടേബിളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ മെനു നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കപ്പോൾ കഴിക്കാനായിട്ട് പാപ്പട് തന്നിട്ടുണ്ട്. പാപ്പടൊക്കെ കഴിച്ച് മെനു ഒക്കെ നോക്കി കുഞ്ഞും ഇവിടെ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മെനു ഒക്കെ സെറ്റാക്കട്ടെ. അങ്ങനെ ഗൈസ് ഓർഡർ ചെയ്ത എല്ലാ ഫുഡും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. ഇന്ന് സമയം ഇപ്പോൾ 5:30-6 മണി ആവാറായി. അപ്പോൾ ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോവാണ്. നാളെ ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ്, ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ ഇനിയും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ, ബൈ.